Hi dears, how are you all? Hope you are all doing well. Last class എല്ലാവരും കണ്ടോ? എന്താ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇൻവേഴ്സ് ഓപ്പറേഷൻസ്. വെരി ഗുഡ്. അഡീഷനും സബ്ട്രാക്ഷനും കൂടാതെ വേറെ രണ്ട് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് കൂടി ഉണ്ടല്ലോ. വാട്ട് ആർ ദേ? യെസ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. വെരി ഗുഡ്. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിൽ ഇങ്ങനെ വല്ല ബന്ധമുണ്ടോ നമുക്ക് നോക്കണ്ടേ? അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ കയ്യിൽ 100 മാങ്ങയുണ്ട്. എനിക്കത് 10 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോ ഒരാൾക്ക് എത്ര മാങ്ങ കിട്ടും? എൻ്റെ കയ്യിൽ I have 100 mangoes. I want to divide this 100 mangoes among 10 persons. Each one will get how many mangoes? Very good. 10. 100 മാങ്ങ 10 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 മാങ്ങ കിട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അത് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഈ 100 എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ എത്ര മാങ്ങയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം എത്രയോ മാങ്ങ 10 പേർക്കിടയിൽ ഡിവൈഡ് ചെയ്തപ്പോൾ 10 എണ്ണം വീതം ഓരോരുത്തർക്കും കിട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര മാങ്ങ ഉണ്ടായിരുന്നു? ഇപ്പൊ ഓരോ ആൾക്കാരുടെ കയ്യിൽ എത്ര മാങ്ങയാ ഉള്ളത്? 10 മാങ്ങയുണ്ടല്ലേ? ഒരാളുടെ കയ്യിൽ 10 മാങ്ങ. അങ്ങനെ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പോ എൻ്റെ കയ്യിൽ എത്ര മാങ്ങ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും കയ്യിൽ കൂടെ എത്ര മാങ്ങ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ എന്ത് ചെയ്യും? 10 × 10 ചെയ്യും അല്ലേ? ഓരോരുത്തരുടെ കയ്യിലും 10 മാങ്ങയുണ്ട്. അങ്ങനെ 10 പേരുണ്ട്. അപ്പൊ 10 × 10 നമ്മൾ ചെയ്യും. 10 × 10 what is 100. അപ്പൊ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മാങ്ങ കിട്ടിയില്ലേ? അതായിരുന്നില്ലേ നമ്മൾ 10 പേർക്ക് ഡിവൈഡ് ചെയ്തത്. അപ്പൊ അഡീഷണൽ സബ്ട്രാക്ഷൻ നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഷോപ്പ് മാത്ത് ഒക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു മാംഗോ മാത്തും ഷോപ്പ് മാത്തും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലേ? അതേപോലെ ഒന്ന് നോക്കിക്കേ. ഇവിടെ ഡിവൈഡ് വന്നപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അല്ലേ? അപ്പൊ ഇത് തിരിച്ചായിരുന്നെങ്കിലോ? മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നുവെങ്കിൽ എന്ത് വന്നേനെ? ഡിവിഷൻ വന്നേനെ. ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അഡീഷണൽ സബ്ട്രാക്ഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലേ? അതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ ഓൾസോ വാട്ട്? ഇൻവേഴ്സ് ഓപ്പറേഷൻസ്. വെരി ഗുഡ്. ഇനി നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇഫ് ദ റിസൾട്ട് ഇസ് നോട്ട് ടു ഫൈൻഡ് ദി അൺനോൺ വാല്യൂ ചേഞ്ച് അഡീഷൻ ടു സബ്ട്രാക്ഷൻ, സബ്ട്രാക്ഷൻ ടു അഡീഷൻ. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ എന്ത് വരും? ചേഞ്ച് ഡിവിഷൻ ടു മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ടു ഡിവിഷൻ. അപ്പോ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. ഇത് മനസ്സിലായല്ലോ? അപ്പൊ ഒരു ചോദ്യത്തില് ഡിവൈഡ് ആണ്, നമ്മുടെ മീനിങ്ങിൽ ഡിവൈഡ് ആണ് വരുന്നതെങ്കിൽ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാൻ വി ഷുഡ് മൾട്ടിപ്ലൈ. ചോദ്യത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ ടു ഫൈൻഡ് ദി അൺനോൺ വാല്യൂ വി ഷുഡ് ഡിവൈഡ്. വെരി ഗുഡ്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോബ്ലം തന്നെ ആദ്യം ചെയ്യാം. In an investment scheme, the amount deposited doubles in 6 years. To get back 10,000 rupees finally, how much money should be deposited now? ചോദ്യം വായിച്ചോ എല്ലാരും? ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമില് എത്ര എമൗണ്ട് ഇടുന്നു 6 വർഷത്തിന് ശേഷം എന്താകും? എമൗണ്ട് ഗെറ്റ്സ് ഡബിൾ അല്ലെ? 5 രൂപ ഇട്ടിരുന്നെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ 10 രൂപ കിട്ടിയേനെ. 6 വർഷം കഴിഞ്ഞപ്പോൾ ആൾക്ക് കിട്ടിയത് എത്ര രൂപയാ? യെസ്, വി ഗോട്ട് 10,000 rupees. 10,000 rupees 6 ഇയേഴ്സിന് ശേഷം കിട്ടണമെങ്കിൽ ആള് ആദ്യം എത്ര രൂപ ഇട്ടിരുന്നു? ഇതാണ് ചോദ്യം. അപ്പൊ ആദ്യം അദ്ദേഹം എത്രയോ രൂപ ഇട്ടിരുന്നു അല്ലേ? അത് നമുക്ക് അറിയില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് 6 ഇയേഴ്സ് കഴിയുമ്പോൾ what will happen? It will get doubled. It means multiplied by 2. അതായത് that gets doubled. ഡബിൾഡ് ആയപ്പോൾ എത്ര രൂപ കിട്ടി?
he got 10,000 rupees. ഇതിന് ചെയ്യാലോ? ഇത് കണ്ടുപിടിക്കാൻ അറിയാത്തത് കണ്ടുപിടിക്കാൻ. If the result is not, change multiplication to division. എത്ര വരും? 5,000 rupees. അപ്പോ ഫസ്റ്റ് അദ്ദേഹം 5,000 rupees ഇട്ടപ്പോഴാണ് 6 years കഴിയുമ്പോൾ he got 10,000 rupees. ചോദ്യം മനസ്സിലായല്ലോ? അഡീഷണൽ സബ്ട്രാക്ഷൻ ശരിക്കും മനസ്സിലായവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ഡിവിഷൻ വേണം, ഡിവിഷൻ വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എല്ലാവർക്കും പിക്നിക് പോകാൻ ഇഷ്ടമല്ലേ? അപ്പൊ നമുക്കൊരു പിക്നിക് പ്രോബ്ലത്തിലേക്ക് പോകാം. The travelers of a picnic split equally the 5,200 rupees spent. Each gave 1,300 rupees. How many travelers were there? ചോദ്യത്തിൽ എന്തായിരുന്നു? ഒരു പിക്നിക്കിന് പോയി, കുറെ പേര് ചേർന്ന് ഒരു പിക്നിക്കിന് പോയി. അവരെല്ലാവരും കൂടി ചെലവാക്കിയത് 5,200 rupees ആണ്. ഓരോ ആൾക്കാരും ഈക്വൽ ആയിട്ടാണ് കാശ് ഇട്ടിരുന്നത്. ഓരോ ആൾക്കാരും എത്ര രൂപ ഇട്ടു? Each one gave 1,300 rupees. എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈക്വൽ ആയിട്ടല്ലേ ഇട്ടിരുന്നത്? അപ്പൊ 4 പേര് 10 രൂപ വെച്ചിരുന്നെങ്കിൽ മൊത്തം 40 രൂപ കിട്ടിയേനെ. എങ്ങനെ കിട്ടി? 4 into 10 40 രൂപ. Isn't it? 4 into 10 equal to 40 rupees. ഇവിടെ എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയില്ല, അത് അൺനോൺ ആണ്. അത്രയും പേര് എത്ര രൂപ വെച്ചിട്ടു? They gave 1,300 rupees each. ഓരോരുത്തരും ഇത്രയും രൂപ ഇട്ടു. And they got as a total 5,200 rupees and they spent it. Isn't it? So, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്താണ്? The result is not to find the unknown value, change multiplication to division. Very good. So, the answer will be 5,200 divided by 1,300, which will be equal to, which will be equal to, very good, 4. Appo etra peru poi? 4 persons went to the picnic and they gave 1,300 rupees each, and the total they got was 5,200 rupees and they spent it. കഥ മനസ്സിലായല്ലോ? ഈ ചോദ്യം മറക്കില്ലല്ലോ ഇത് ചെയ്യാനായിട്ട്. ഒന്നുമില്ല. If the result is not, to find the unknown value, change multiplication to division and division to multiplication. ഇനി നമുക്ക് വേറൊരു ചോദ്യം കൂടി നോക്കാം. ടീച്ചറുടെ ആക്ടിവിറ്റി കടന്നു നോക്കട്ടോ. ടീച്ചറുടെ ആക്ടിവിറ്റി തരാം. A number divided by 21 gives 756. What is the number? ചോദ്യം വായിച്ചോ? A number divided by 21 gives 756. അല്ലേ? അപ്പോ നമ്പർ നമുക്ക് അറിയില്ല. A number divided by 21 gives how much? 756. എന്താണ്? If the result is not, and to find the unknown, change division to multiplication. ഇവിടെ എന്ത് പറ്റും? അൺനോൺ കണ്ടുപിടിക്കാൻ 756 division അല്ലേ? into 21. What will be the answer? ഒന്ന് വേഗം ചെയ്ത് നോക്കിക്കേ. It will be 15,876. നമ്പർ ഇതായിരിക്കും. ഒന്ന് വെരിഫൈ ചെയ്ത് വേണമെങ്കിൽ നോക്കിക്കോ. ഇതിനെ ഡിവൈഡഡ് ബൈ 21 ചെയ്താൽ 756 കിട്ടുമെന്ന് നോക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലായല്ലോ? സിമ്പിൾ കാര്യമാണ്. ആകെ ഇത്രയും മാത്രമേ ആലോചിക്കാനുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ഡിവിഷൻ, ഡിവിഷൻ വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ് ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം അല്ലേ? In a company, the manager's salary is 5 times that of a peon. The manager gets 40,000 rupees a month. How much does a peon gets a month? കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? മാനേജറുടെ സാലറി ഇസ് 5 times that of പ്യൂൺ അല്ലേ? ഇങ്ങനെയാ പറഞ്ഞിരിക്കണേ. അപ്പോ പ്യൂണിന് ഒരു 5 രൂപ കിട്ടുകയാണെങ്കിൽ
മാനേജറിന് എത്ര രൂപ കിട്ടും? പ്യൂൺ ഗെറ്റ്സ് 5 rupees. Simply, പ്യൂൺ ഗെറ്റ്സ് 5 rupees. How much will manager gets? Manager gets the 5 times salary of പ്യൂൺ. പ്യൂണിന് 5 രൂപ കിട്ടി, അതിന്റെ 5 മടങ്ങ് എന്ന് പറയുന്നത് it will be 5 into 5, 25. 25 rupees ആയിരിക്കും മാനേജറിന്റെ സാലറി, അല്ലേ? അപ്പൊ പ്യൂണിന് എത്ര കിട്ടിയെന്ന് നമുക്ക് അറിയില്ല. പ്യൂൺ സാലറി ഈസ് അൺനോൺ. പ്യൂൺ സാലറിയുടെ 5 ടൈംസ് ആണ് മാനേജറിന്റെ സാലറി. 5 ടൈംസ് മീൻസ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ, ടൈംസ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. 5 ടൈംസ് ആണ് മാനേജറുടെ സാലറി. ഹൗ മച്ച് ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് 40,000 rupees. Multiplication. So to find the unknown, division. Simple, അല്ലേ? ചോദ്യം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ ആയിട്ട്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആ ചോദ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുമോ അത് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റെപ്സ് സിമ്പിൾ ആയിരിക്കും അവസാനം വരെ. ഓക്കെ, എത്ര വരും? 8,000 rupees, അല്ലേ? 5 8s are 40. ബാക്കി 3 പൂജ്യം. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അല്ലേ? നമ്മളിനി ഒരു ചോദ്യം കൂടി ചെയ്യണോ? വേണ്ട, അല്ലേ? ഹോംവർക്ക് തന്നാൽ മതി. അപ്പോ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നാണല്ലേ നോക്കിയത്. ഏതൊക്കെയായിരുന്നു? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആർ ഇൻവേഴ്സ് ഓപ്പറേഷൻസ്. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ ഇൻവേഴ്സ് ഓപ്പറേഷൻസ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ച് ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. ഇനി അത് മറക്കില്ലല്ലോ. മൾട്ടിപ്ലിക്കേഷൻ വരുന്നിടത്ത് ഡിവിഷൻ ചെയ്യണം, ഡിവിഷൻ വരുന്നിടത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അഡീഷൻ വന്നാൽ സബ്ട്രാക്ഷൻ ചെയ്യണം, സബ്ട്രാക്ഷൻ വന്നാൽ അഡീഷൻ ചെയ്യണം. ഇനി നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യമാണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ദിവസം എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും എല്ലാവരും അത് എഴുതി വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, വെരി ഗുഡ്.